RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ ഗൗരവത്തോടെ കാണണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. RSS അനുഭാവികളായ ജയിൽ ഉദ്യോഗസ്ഥർ റിസോർട്ടിൽ ഒത്തുചേർന്ന സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 18 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സ്ഥലം മാറ്റി. കുമരകത്ത് റിസോർട്ടിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരലിനെതിരെ ജയിൽ മേധാവിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും പാർട്ടിപരമായിരുന്നില്ല ഒത്തുചേരലെന്നുമാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ പല റാങ്കുകളിലുമായുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒത്തുചേരൽ പെട്ടെന്നുണ്ടായതല്ലെന്നും ഇതിന് പിന്നിൽ കൂടിയാലോചന ഉണ്ടെന്നുമാണ് ഇന്റലിജൻസിന്റെ അനുമാനം. സംഘടിക്കരുതെന്ന ചട്ടം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയത്. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കരുതെന്ന ചട്ടം ലംഘിച്ച് സംസ്ഥാനത്തെ ജയിലുകളിലെ RSS അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ രഹസ്യയോഗം കോട്ടയം ജില്ലയിലെ കുമരകത്തെ റിസോർട്ടിലായിരുന്നു നടന്നത്. ഉദ്യോഗസ്ഥരെയും തടവുകാരെയും രാഷ്ട്രീയമായി സംഘടിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചേർന്ന യോഗത്തെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും അന്വേഷണം നടത്താതെ സാധാരണ സ്ഥലം മാറ്റത്തിൽ നടപടി ഒതുക്കുകയായിരുന്നു. ഭരണപരമായ സൗകര്യത്തിന് എന്ന പേരിലാണ് യോഗത്തിൽ പങ്കെടുത്ത 18 പേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത്. നടപടി ഒഴിവാക്കാൻ BJPയിലെ ഉന്നതർ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ജനുവരി 17 രാത്രിയിലായിരുന്നു 13 ഡെപ്യൂട്ടി പ്രസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർമാരും യോഗം ചേർന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലുകളിലെയും തിരുവനന്തപുരം ജില്ലാ ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, വിയ്യൂർ അതിസുരക്ഷാ ജയിൽ, പാലാ സബ് ജയിൽ, എറണാകുളം പോസ്റ്റൽ സ്കൂൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഒത്തുചേരലിൽ പങ്കെടുത്തത്. പിന്നാലെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം 5 പേരെ തിരുവനന്തപുരം സോണിൽ നിന്ന് കണ്ണൂർ സോണിലേക്ക് മാറ്റിയപ്പോൾ BJP നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് ആരോപണം. തുടർന്ന് ഇവർക്ക് സൗകര്യപ്രദമായ പോസ്റ്റിംഗ് ലഭിച്ചു. പോലീസ് സേനയിൽ RSS സംഘം പ്രവർത്തിക്കുന്നുവെന്ന് 3 വർഷം മുമ്പ് CPI നേതാവ് ആനി രാജ വിമർശിച്ചപ്പോൾ CPM CPI നേതൃത്വം അവരെ തിരുത്തിയിരുന്നു.